ഹായ് ഹലോ കൂട്ടുകാരെ, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയ്ക്കും ദുർഗയ്ക്കും മേഘനും മഞ്ജുവിനുമൊക്കെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മഹാലക്ഷ്മിയെ കൊണ്ട് കമലേശ്വരത്തെത്തിയിരിക്കുകയാണ് കണ്ണൻ. തന്നെയും മഹിയെയും വേർപിരിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് എല്ലാവർക്കും കണ്ണൻ താക്കീത് നൽകുന്നുണ്ട്. ജീവിതത്തിൽ ഇവരെ പിരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ മേഘൻ ഇനി മരണം കൊണ്ട് ഇവരെ പിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ കൊല്ലാനുള്ള ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഈ തന്ത്രങ്ങൾക്ക് ദുർഗയും പച്ചക്കൊടി കാണിക്കുന്നുണ്ട്. അതിനുശേഷം വാമനൻ കരുണയെ വിളിക്കുന്നുണ്ട്. വാമനൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കരുണയോട് സംസാരിക്കുന്നതിനിടയിൽ പറയുന്നു, കണ്ണൻ്റെ ഭക്ഷണത്തിൽ ഒരല്പം വിഷം ചേർത്ത് കൊടുത്ത് അവനെ കൊന്നൂടെ എന്ന്. ഇക്കാര്യങ്ങളൊക്കെ കരുണ ഉണ്ണിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ഒന്ന് ഞെട്ടുന്നെങ്കിലും ഉണ്ണി പറയുകയാണ്, നീ നിൻ്റെ മുത്തശ്ശിയോടും അച്ഛനോടും ഒന്നും പറയത്തില്ലെങ്കിൽ ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. കണ്ണനെ കൊല്ലുന്നതിന് വേണ്ടി ദുർഗ സ്ലോ പോയിസൺ, അതായത് പതിയെ കൊല്ലുന്നതിന് വേണ്ടി ദുർഗ കണ്ണൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നുണ്ട്. നീ ഈ കാര്യം ആരുടെ പറയരുത് എന്ന് കരുണയോട് ഉണ്ണി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കരുണയും. ഇതേസമയം കണ്ണനെ തുടർ ചികിത്സയ്ക്ക് നിർബന്ധിക്കുന്ന മഹാലക്ഷ്മിയെയാണ് കാണിക്കുന്നത്. തോമസ് വൈദ്യൻ്റെ അടുത്ത് ചെന്ന് 2 ആഴ്ച താമസിച്ചാൽ മാത്രമേ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നു. അതേസമയം കണ്ണൻ പറയുന്നു, എനിക്ക് ഈ ചികിത്സയോട് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്, തോമസ് വൈദ്യനെയും എനിക്ക് വിശ്വാസമാണ്, ഞാൻ നിത്യവും പൂജിക്കുന്ന അയ്യപ്പസ്വാമിയെയും എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഇത് ചികിത്സ ഉറപ്പായിട്ടും ഫലം ചെയ്യും. കൂടാതെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ലേഖയും അനന്തവുമുണ്ട്. നമ്മൾക്ക് 2 ആഴ്ച തോമസ് വൈദ്യനോടൊപ്പം പോയി താമസിക്കാം എന്ന് പറയുന്നിടത്ത് വെച്ചാണ് ഇനിയുള്ള എപ്പിസോഡ് അവസാനിക്കുന്നത്.